ഹലോ ഗൈസ്, ഇന്ന് ഞാൻ മീഷോയിനകത്തുനിന്ന് ഞാനല്ല എൻ്റെ അമ്മ മീഷോയിനകത്തുനിന്ന് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ആണെങ്കിൽ മറ്റേ ഗ്രൈൻഡർ അല്ല, മറ്റേ പച്ചക്കറി കഴിയുന്ന ഒരു സംഭവം. അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ എന്തെങ്കിലും കരുതി കൈ കിട്ടിയതല്ലേ, നിങ്ങളെയും കൂടി കാണിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി. അത് പൊട്ടിക്കാനായിട്ട് ഞാൻ കുറച്ച് നിങ്ങളെ കാണുന്ന രീതി നിങ്ങളെ കാണിക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് വൃത്തിക്ക് ഇരിക്കട്ടെ നേരം കത്രികയൊക്കെ കൊണ്ട് പൊട്ടിക്കാൻ നോക്കി. പക്ഷെ അങ്ങോട്ട് നടക്കുന്നില്ല. ഏറ്റവും അവസാനം ഞാൻ എൻ്റെ കൈ തന്നെ പ്രയോഗിച്ചു. അപ്പോഴത്തേക്ക് അമ്മ അവിടെ ഏത്തയ്ക്കാപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് തിന്നുന്നു. അപ്പോൾ ഞാനും കഴിയിട്ട് വരണമല്ലോ. അങ്ങനെ ഞാനും ഏത്തയ്ക്കാപ്പം എടുത്ത് കഴിച്ചു. അതിൻ്റെ പുറകെ കൂടെ എൻ്റെ കുരിപ്പ് പിടിച്ച അനിയത്തി കൊച്ച് അവിടെ കിടന്ന് ഓരോ ഞൊളപ്പ് കാണിക്കുന്നുണ്ട്. അവൾ ആരും അറിയാത്ത പോലെ വീഡിയോ എടുക്കുന്നത് അറിയാത്ത പോലെ അഭിനയിച്ചാണ് അതുവഴി പോകുന്നത്. പക്ഷേ വീഡിയോയിനകത്ത് നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നണം എന്ന് കരുതിക്കൊണ്ടാണ് അവൾ അതുവഴി പോയത്. പക്ഷെ ഞാൻ അങ്ങനെ പറയാതിരിക്കുന്നത് തെറ്റാണല്ലോ. ഇപ്പം ഞാൻ എന്തോ പറഞ്ഞത് എനിക്ക് പോലും അറിയത്തില്ല. എന്തായാലും നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കിച്ചെടുക്കുക. അങ്ങനെ ഏറ്റവും അവസാനം ഞാനത് പൊട്ടിച്ചെടുത്ത്. ഈ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒന്ന് ഓർഡർ ചെയ്ത് എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് എന്തോ മറ്റേ ജിമ്മിനകത്തൊക്കെ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അമ്മ എന്നോട് ഇത് കൈ കിട്ടിയപ്പോഴേ പറഞ്ഞു, പൊന്നു മോളെ ഇത് നശിപ്പിക്കല്ലേ, ഞാൻ എന്ത് കൈ തൊട്ടാലും നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എന്നോട് നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞിട്ടാണ് അത് എൻ്റെ കൈ തന്നത്. പക്ഷേ ഒരബദ്ധം പറ്റിയായിരുന്നു. എന്നോട് അമ്മ ഇതൊന്ന് ഇത് ചെയ്തു തരാൻ പറഞ്ഞപ്പോഴേ ഞാനത് ചെയ്തതാണ്. അപ്പോഴത്തേക്ക് അത് തെറിച്ച് താഴെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അവസരം അടിയൊക്കെ കിട്ടി ആണ് ഞാനൊന്ന് നേരെയായത്. ഇതെങ്ങനെ വെക്കേണ്ടതെന്നറിയാതെ കിടന്ന് പെടുന്ന പാടാണ് നിങ്ങളീ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ വന്നത് എൻ്റെ അമ്മയുടെ കയ്യാണ്. കാണിക്കുന്ന കോപ്രായം കണ്ടു. എവിടൊക്കെയാണ് ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്മ പറഞ്ഞത് ഏറ്റവും അവസാനം അതുപോലെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കതൊന്ന് ഓർഡർ ചെയ്ത് വെക്കാൻ പറ്റിയത്. കുറച്ച് പാടായിരുന്നു അതിനിടയ്ക്കൂടെ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. അതെങ്ങനെ കറക്കണോ തിരിക്കണോ മറിക്കണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഏതൊക്കെയൊക്കെയോ തരത്തിൽ ഞാനതൊന്ന് ചെയ്തെടുക്കാൻ വന്നപ്പോഴേക്കും ആ പിച്ചാത്തിയുണ്ട് അപ്പുറത്തോട് നടക്കുന്നത്. ഏതൊക്കെയൊക്കെയോ തരത്തിൽ ഏറ്റവും അവസാനം ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞെക്കി കഴിയുമ്പോഴാണ് ആ സംഭവം ഇതായി കിട്ടുന്നത്. ഇത് ഞാൻ കടന്ന് മുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല അത് ചെയ്യാൻ. ഏറ്റവും അവസരം ഞാൻ അതിൻ്റെ മേളിലൊക്കെ കയറി കുറച്ച് പാടുപെട്ടത് ചെയ്തു. ഏറ്റവും അവസരം ചളവാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അമ്മ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ കുറേ നേരം അവിടെ കിടന്ന് മുക്കി. പറ്റാത്തത് കൊണ്ട് തന്നെ പക്ഷെ പറ്റി വേണ്ട. വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും ആലോചിച്ചത് എനിക്ക് എന്നെക്കൊണ്ട് പറ്റിയായിരുന്നത് കേട്ടോ. ഇത് കണ്ടോ അമ്മ ചെയ്യുന്നത് എന്ത് ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റത്തില്ല, കഴിവില്ലാതെ ഇപ്പോൾ എന്തോ ആയാലും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.